തങ്ങൾ ജീവിച്ച കാലത്തെ കൃത്യമായി അടയാളപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയ ഒരു സമൂഹമാണ് മാപ്പിള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമാണ് എന്ന് പറയാവതല്ലെങ്കിലും ചെരമാൻ പെരുമാളിൻ്റെ കാലത്ത് മുതൽ മാപ്പിള സാഹിത്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതുള്ളതാണ്. താരീഖു ലുഹൂരിൽ ഇസ്ലാം ഫി ദിയാരി മലൈബാർ അല്ലെങ്കിൽ ചക്രവർത്തി ഖിസത്തു ചക്രവർത്തി ഫർമാൾ എന്ന് പറയുന്ന രചന, അതിനു മുമ്പുള്ള മാപ്പിള മുസ്ലിം രചനകളൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ് മാപ്പിള മുസ്ലിങ്ങൾ ജീവിച്ചത് എന്ന് കൃത്യമായി ഓരോ സാഹിത്യങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ഫലസ്തീൻ വിമോചന പോരാട്ടവുമായി ബന്ധപ്പെട്ട് ധാരാളം പാട്ടുകൾ കാണാം. അക്സാനായ അക്സാന, വൈനിൽ മലായിൻ, അനദമ്മി ഫലസ്തീനി തുടങ്ങിയ ധാരാളം പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ മാപ്പിള മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും ദീർഘമായ ഒരു പ്രതിസന്ധിയായിരുന്നു സാമ്രാജ്യത്വ അധിനിവേശം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ വരുന്നു, അവർ ഇവിടെയുള്ള നിരപരാധികളെ കൊല്ലുന്നു, പള്ളികൾ പൊളിക്കുന്നു, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അഗ്നിക്കിരയാക്കുന്നു. ഇന്ന് കാണുന്നതിന് സമാനമായ ധാരാളം പ്രതിസന്ധികൾ മാപ്പിള മുസ്ലിങ്ങൾ പല അർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർ എത്രത്തോളം സൗന്ദര്യാത്മകമായാണ്, സർഗാത്മകമായാണ് പ്രതിരോധിച്ചത് എന്നുള്ളതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നാം കാണുന്ന മാലപ്പാട്ടുകളും പടപ്പാട്ടുകളും കിസപ്പാട്ടുകളൊക്കെ. പിന്നീട് കുറച്ചും കൂടി മുന്നോട്ട് പോയി സാഹിത്യത്തിൻ്റെ മേഖലകൾ വികസിക്കുന്നതിനനുസരിച്ച് സൂഫി വിരുത്തങ്ങളും മാലപ്പാട്ടുകളിൽ തന്നെ ധാരാളം തീമാറ്റിക്കലായ വൈവിധ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ലോക നീതിമാല എന്ന് പറയുന്നത്. പ്രമാണിത്വം, ഫ്യൂഡലിസം അത് സമൂഹത്തിൽ വ്യാപകമാവാൻ തുടങ്ങിയപ്പോൾ സമ്പന്നരെ മാത്രം ചടങ്ങുകളിലേക്ക് ക്ഷണിച്ച് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പാവങ്ങളെ സ്വാഭാവികമായും അവഗണിക്കപ്പെട്ടു. അവരെ പരിഗണിക്കാതെയാണ് കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെയുള്ള ചടങ്ങുകൾക്കെതിരെ വിരചിതമായതാണ് ലോക നീതിമാല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മാപ്പിള രാമായണം ഉൾപ്പെടെ ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ ധാരാളം സർഗാത്മക സംഭാവനകൾ, കാലത്തെ കൃത്യമായി ആവിഷ്കരിച്ച രചനകൾ മാപ്പിള മുസ്ലിങ്ങളുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ മുനവ്വർ ഹാനി അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുറഹ്മാൻ ഹിക്കമി സംവദിക്കും. രണ്ടുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടുന്ന് അയക്കപ്പെട്ട പ്രവാചകന്മാരും പുണ്യവാളന്മാരും പ്രത്യേകമായും ത്വഹാ റസൂലുള്ളാഹിയുടെ മേലും സലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളീയ മണ്ണിൽ ഇന്ന് നാം കേരളം എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഈ ദ്രാവിഡമായ സംസ്കാരമുണ്ടായിരുന്ന മണ്ണിൽ ഇസ്ലാമിൻ്റെ പ്രചാരം എന്ന് പറയുന്നതിന് മുഖ്യമായും രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്നത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിലൂടെ അഥവാ മാലിക് ബിൻ ദീനാറിലൂടെ വന്നു എന്നുള്ള എഴുതപ്പെട്ട പ്രബലമായ ഒരു ചരിത്രം. രണ്ടാമതായി നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു പോരുന്ന നാം ഏവർക്കും വിശ്വസിക്കാവുന്ന തെളിവുകളുള്ള ഇവിടെ ഇസ്ലാം ഉണ്ടാവുന്നതിന് അഥവാ റസൂലുള്ളാഹി മദീനയിൽ ജീവിച്ചിരിക്കുന്നതിന് ഒരുപാട് മുമ്പ്, മക്കത്ത് ജനിക്കുന്നതിന് മുമ്പ് ഇസ്ലാം അല്ലെങ്കിൽ അറബി ജനതയ്ക്ക് കേരളവുമായി വൈജ്ഞാനികവും സാമ്പത്തികവും കച്ചവടപരവുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിയെ പോലെ ഒരാൾ മദീനയിൽ ജീവിക്കുമ്പോൾ ലോകമെമ്പാടേക്കും ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി ആളെ അയക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രത്തെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും അറബികൾക്ക് ബന്ധമുള്ള കേരളീയ മണ്ണിൽ ഇസ്ലാം ഉണ്ടായില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക തീർത്തും ദുർബലമാണ്. ആ ഒരർത്ഥത്തിൽ ഇസ്ലാം അന്നു മുതൽ തന്നെ പ്രചരിച്ചിരിക്കാം എന്നുള്ള ഒരു വശത്തെ കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആ കാലഘട്ടം മുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹിത്യങ്ങളെ പഠിക്കുമ്പോൾ തീർച്ചയായും അവിടെ നിന്ന് വന്ന അറബി ഭാഷയും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്നതായ അറബിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാരം പ്രധാനമായും ഇവിടെ ഉണ്ടായിരുന്ന ആ നൂറ്റാണ്ടുകളിലെ പ്രബല രാജാക്കന്മാർ ഒരു ദ്രാവിഡീയമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും ഒരു പിന്മുറക്കാരായി വരുന്നവരും മാത്രവുമല്ല
സംസ്കൃതത്തിൻ്റേതായ ഒരു ലിറ്റററി പാരമ്പര്യം ഇവിടെ അതിനോടനുബന്ധിച്ച് അത് അക്കാലഘട്ടത്തിൽ തന്നെ വളർന്നു വരുന്നതുമായ രണ്ട് ചേരിയിലുള്ള സാഹിത്യ പാരമ്പര്യം മലയാള മണ്ണിലുണ്ട്. അതിനോട് ഒപ്പം വളർന്നിട്ടുള്ള ഒരു സാഹിത്യ പാരമ്പര്യം മലയാളത്തിൽ എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ള അന്വേഷണങ്ങളും അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഗദ്യമുണ്ടാവാം, പദ്യമുണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളുണ്ടാവാം. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അതിൻ്റെ കലയെയും സാഹിത്യത്തെയും എടുക്കും. അതിൻ്റെ സാഹിത്യത്തിൽ പ്രത്യേകിച്ചും പദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ആ പദ്യങ്ങളായിരിക്കും ഈ കലയുടെ ടെക്സ്റ്റായിട്ട് വർക്ക് ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന കോൽക്കടിയുടെയോ ഇവിടെ ഉണ്ടായിരുന്ന വട്ടപ്പാട്ടിൻ്റെയോ ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ കവിതകളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കവിതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആ കലയെക്കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇനി ഇതിൻ്റെ ടൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ മാപ്പിള എന്നൊരു പദത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വായിക്കാം, ഞാൻ എഴുതിയിട്ടുള്ള അഭിപ്രായം. മാപ്പിള എന്ന പദം മലബാർ മുസ്ലിങ്ങളിൽ അധിനിവേശക്കാരാൽ ആരോപിതമായതാണ് എന്നാണ് സലാഹുദ്ദീൻ അയ്യൂബി അടക്കമുള്ള അന്വേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വർത്തമാന കാലത്ത് മാപ്പിള എന്ന പദം മലബാർ മുസ്ലിങ്ങൾ സ്വമേധയാ സ്വീകരിച്ചു പോരുന്നു എന്നതും വസ്തുതയാണ്. രണ്ടായിരുന്നാലും ഈ പദത്താൽ മലബാർ ഭാഗത്തെ മുസ്ലിങ്ങളെന്നോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം മുസ്ലിങ്ങളെന്നോ ഉള്ള വിവക്ഷയാണുള്ളത്. ഈ പഠനത്തിൽ മനസ്സിലാക്കിയെടുത്ത വസ്തുതകളാൽ കേരളത്തിൽ മലയാള ഭാഷയ്ക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം മാപ്പിളപ്പാട്ടിന് വേരോട്ടമുണ്ട് എന്ന തിരിച്ചറിവ് ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിലും കൂടുതലായി ഭൗമ അതിർവരമ്പുകളും ഭാഷാ അതിർവരമ്പുകളും കടന്ന് എഴുത്തിൻ്റെ ആ സംസ്കാരം തമിഴ്നാട്ടിലേക്ക് അറബിത്തമിഴായും കർണാടകയിലേക്ക് ബ്യാരിയായും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി നിലനിന്നതായി കാണാം. ഇങ്ങനെ ഇരിക്കെ മാപ്പിള എന്ന പദത്തിൻ്റെ വിവക്ഷയും പദോൽപത്തിയും ഈ പാട്ടുകളുടെ സാംസ്കാരിക വിധാനത്തോട് ചേർന്നു നിൽക്കുന്നില്ല എന്ന വസ്തുത വരുംകാല ഗവേഷകർ ഗൗരവമായി കണ്ട് മറികടക്കേണ്ടതാണ്. പുറം 93 മലയാള സൂഫി കവിത എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. അപ്പോൾ ഇവിടെ രണ്ട് അഭിപ്രായങ്ങളെയാണ് മുഖ്യമായും പറഞ്ഞത്. ഒന്ന്, ഈ ടേം ഇവിടെ അധിനിവേശക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പ്രത്യേകമായി രാഷ്ട്രീയമായി രൂപീകരിക്കപ്പെട്ട മലബാർ എന്ന പ്രദേശത്തിലെ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിളിക്കപ്പെട്ട ഒരു പദമാണെന്നൊരു പറ്റം ഗവേഷകർ, പ്രത്യേകിച്ചും ഞാനൊക്കെ ഒരുപാട് വിവരങ്ങൾ തേടിയിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബിയെ പോലുള്ള ആളുകൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു വാദമാണ്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിക്ക് വളരെ ആത്മാഭിമാനപൂർവ്വമാണ് ഇവിടെ മാപ്പിള എന്ന ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും സ്കൂളിൽ പോയി ചേരുമ്പം റിലീജിയൻ്റെ വശത്ത്, കാസ്റ്റിൻ്റെ വശത്ത് മാപ്പിള എന്ന് എഴുതി കൊടുക്കുന്നത് നമ്മളതിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ പദോൽപത്തിയുടെ സമയത്ത് ഇങ്ങനെ കൂടി സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ മലബാറിലെ ഒരു പ്രത്യേക പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമായി അങ്ങനെ ഒരു ടേം വരുന്നത് ഏറിയ കൂറും അത് പൊളിറ്റിക്കലായിരിക്കും എന്ന് വിശ്വസിക്കാനേ തരമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മാപ്പിള എന്ന പദം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിന് അപ്പുറത്തേക്കുള്ള മുസ്ലിങ്ങൾ അഥവാ മലയാളം സംസാരിക്കുന്ന മറ്റു ദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ അവർ ഈ മാപ്പിള എന്ന് പറയുന്ന പദത്തെ എങ്ങനെയാണ് കാണുന്നത്, അവരെങ്ങനെയാണ് അതിനെ സിഗ്നിഫൈ ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അവരൊരിക്കലും അവരുടെ ഒരു പ്രതിനിധാനമായിട്ട് ആ വാക്കിനെ കാണുമെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് തോന്നില്ല. പ്രത്യേകിച്ചും നിങ്ങൾ പുറത്തു പോയൊക്കെ പഠിക്കുമ്പോൾ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ തൃശ്ശൂരിന് അപ്പുറത്തിലുള്ള മുസ്ലിങ്ങൾ ഇതുപോലത്തെ കവിതകൾ, ഈ മാപ്പിളയെന്നോ ഇശൽ കവിതയെന്നോ മുസ്ലിം കവിതയെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ കവിതകൾ അവരും ആസ്വദിച്ചിരുന്നു. ആ ജില്ലകളിലുള്ള ആളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സൃഷ്ടികളും ഉണ്ടായിരുന്നു. അപ്പം മാപ്പിള ഒരു പര്യാപ്തമായ വേർഡല്ല. മലയാളമുണ്ടായ ഇടങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായ മുസ്ലിം കവിതയെ വിശേഷിപ്പിക്കാൻ ഉതകുന്ന ആ അർത്ഥത്തെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്നൊരു ടേമായിട്ട് മാപ്പിളയെ കാണാൻ കഴിയില്ല. അപ്പോൾ കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് പൊതുവെ മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രമായിട്ട് കാണുന്ന ഒരു ശൈലിയുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിരിക്കും മാപ്പിള എന്ന് പറയുമ്പോൾ അങ്ങനെ തെക്കൻ കേരളത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില വായനകൾ വരുന്നത്. പിന്നീട് വന്ന എന്താ പറയുക, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന് വേണ്ടി കൂടി നമ്മൾ ആ ടേം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മാപ്പിള എന്നത് വളരെ ആത്മാഭിമാനത്തോടെ പറയുന്നത് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തി ഓടിച്ചവരാണ് എന്നുള്ള ആത്മാഭിമാനത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്കൊരു ആത്മാഭിമാനം തന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ലിറ്ററേച്ചറിൽ ആ പദത്തെ എടുത്തുകൊണ്ടുവന്ന് മൊത്തം മലയാളത്തിലെ കവിതകളെ വിശേഷിപ്പിക്കാൻ ആ പദം ഉതകുന്നില്ല, അത് പര്യാപ്തമല്ല എന്നുള്ള ഒരു
സന്ദേശത്തെ മാത്രമാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങൾ നാളെ മുതൽ അങ്ങനെ ഉപയോഗിക്കരുതെന്നോ അങ്ങനെ ഉപയോഗിച്ചു കൂടാ എന്നുള്ള നിർദ്ദേശമൊന്നുമല്ല, മറിച്ച് അതിനൊരു അപര്യാപ്തതയുണ്ട് എന്നുള്ള ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഇനി എന്ത് പേര് വിളിക്കാം നമുക്ക് ഈ കവിതകളെ? നമുക്കതിനെ മുസ്ലിം കവിതകളെന്നോ ഇസ്ലാമിക കവിതകളെന്നോ മലയാള ഇസ്ലാമിക കവിതകളെന്നോ മലയാള മുസ്ലിം കവിതകളെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ ഇസ്ലാമിക കവിതകളിൽ നമ്മൾ കണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആദ്യത്തെ കൃതിയായിട്ട് എപ്പോഴും പറയാറുള്ളത് മുഹീദ്ദീൻ മാലയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. മുഹീദ്ദീൻ മാല പോലത്തെ വളരെ ബൃഹത്തായൊരു കൃതി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംഭവിക്കില്ല. അപ്പോൾ അതിനു മുമ്പ് അതേ ദ്രാവിഡീയമായ ഈസ്തറ്റിക്സിൽ നിന്നുകൊണ്ട് ഒരുപാട് വാമൊഴിയായ കവിതകൾ പ്രചരിച്ചിരുന്നാൽ മാത്രമേ അതിലുള്ള കൽപ്പനകൾക്കും അതിൽ കെട്ടിച്ചമച്ച കാര്യങ്ങൾക്കും ഉതകുന്ന ഒരു ഭാവനാ ലോകം ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള വസ്തുത സാമാന്യമായി ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നാടോടികമായി പ്രചരിച്ചിരുന്ന ഒരുപാട് പാട്ടുകളുടെ ചരിത്രത്തിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒന്നായിരിക്കും അത്. അതിനുശേഷം കണ്ടെടുക്കുന്ന നൂൽമദ്ഹിന് ഇടയിലുള്ള കാലഘട്ടത്തിൻ്റെ ഒരു വിടവുണ്ടല്ലോ, ആ വിടവും യഥാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് വന്നതല്ല, അവിടെയും എന്തൊക്കെയോ സംഭവിച്ചിരിക്കാം. അങ്ങനെ കപ്പപ്പാട്ടിലേക്ക് വന്ന് നൂൽമാലയിലേക്ക് വന്ന് റിഫായി മാലയിലൂടെ നഫീസത്ത് മാല, സഫലമാല എന്നൊക്കെ പറയുന്ന ആ ഒരു മോയിൻകുട്ടി വൈദ്യർക്ക് തൊട്ട് മുമ്പേ എത്തി നിൽക്കുന്ന ഒരു ഉദാത്തമായിട്ടുള്ള ചില ക്ലാസിക്കുകളുടെ ഒരു മാതൃകയുണ്ട്. ക്ലാസിക് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കണമെന്നില്ല, ഉദാത്തമായിട്ടുള്ള ചില മാതൃകകളുണ്ട്. ആ ഉദാത്തമായിട്ടുള്ള മാതൃകകളെ നിന്നുകൊണ്ട് സംസാരിക്കാനാണ്, ആ പദ്യങ്ങളുടെ മാതൃകകളിൽ നിന്ന് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭാവുകത്വങ്ങളും കൂടി ഒരുമിച്ച് സംസാരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ പടപ്പാട്ടിൻ്റെ കേസും ഞാനിതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അത് മറ്റൊരു സെനോറിയോയിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ സംസാരിച്ചാലേ അത് പൂർണ്ണമായിട്ട് സംവേദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഉദാത്ത മാതൃകകളുണ്ടല്ലോ, ഈ മുഹീദ്ദീൻ മാലയിൽ നിന്ന് തുടങ്ങി വൈദ്യരിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഉദാത്ത മാതൃകളായി നമ്മൾ എടുത്തു പറഞ്ഞ കവിതകളെ ഞാൻ പേരിട്ട് വിളിക്കുന്നത് സൂഫി കവിതകളെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഫിസം എന്ന് പറയുന്ന ജ്ഞാന പദ്ധതി നിലനിന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കവിതകൾ ഉണ്ടാവില്ല. പിന്നെ ഈ കവിതകളിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സൂഫി അറിവുകളാണ്, അല്ലെങ്കിൽ സൂഫി ജ്ഞാനിമങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള സംഗതിയാണ്. പിന്നെ ഈ ജ്ഞാനസങ്കേതം അഥവാ സൂഫിസം തസവുഫ് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ കവിതകളുടെ പൂർണ്ണാർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സൂഫി കവിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഉദാത്ത മാതൃകകളെ വിശേഷിപ്പിക്കപ്പെടേണ്ടത് എന്ന് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. ഇനി എന്തായിരിക്കാം ഇതിൻ്റെ എസ്തെറ്റിക്സ്? ഈ ഉദാത്ത മാതൃകകൾ എന്ന് പറയുന്ന മുഹീദ്ദീൻ മാലയിൽ നിന്ന് തുടങ്ങി വൈദ്യരിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു അതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അടരുകളുള്ളൊരു ഇവല്യൂഷനാണ്. അതിനുശേഷം മിഷൽ എന്ന ഫോമിലേക്ക് മാറുകയാണ്. അതുവരെ ഞാൻ ഇപ്പോൾ നടത്തിയ വിഭജനം ഈ സൂഫി കവിത എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പറഞ്ഞതെടുത്ത് കണ്ടൻറ്റിലേക്കാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. നേരെ മറിച്ചിട്ട് അത് വൈദ്യരിലൂടെ വരുമ്പം അതിലേക്ക് ഫോം ആവുകയാണ്. റഷ്യൻ ഫോർമലിസം അതുപോലത്തെ ടേം നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഫോമിലേക്ക് വരികയും പിന്നീട് ഇശൽ കൊണ്ട് വാലുമക്കമ്പിയും ചമച്ച് കെട്ടുക എന്നുള്ള ഒരു ഫോമിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രചാരത്തിലേക്കും, അത് വളരെ ജനകീയമായിട്ടുള്ളൊരു മുഖമാണ് കേട്ടോ, അതിലേക്കും അത് മാറുന്നുണ്ട്. ആ അതിൻ്റെ ഇവല്യൂഷൻ പിന്നീട് ഇങ്ങനെ വന്ന് അത് വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പിന്നീട് വന്നിട്ടുള്ള ഈ ആൽബം പാട്ടുകളൊക്കെ എന്ന് പറയുന്ന ശ്രേണിയിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവല്യൂഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ ഒരു വൈദ്യർ വരെ എത്തി നിൽക്കുന്ന ഈ ഉദാത്ത മാതൃകകളെ മുൻനിർത്തി പറയുമ്പോൾ എന്താണ് അതിൻ്റെ സൗന്ദര്യ ഭാവന എന്ന് അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത് ഈ ഇബ്നു അറബി ഉസ്താദിനെ കുറിച്ച് പഠിക്കപ്പെട്ടുള്ളതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അല്ലാഹ് ഈസ് ബ്യൂട്ടിഫുൾ, ഹീ ലവ്സ് ബ്യൂട്ടി എന്നുള്ള ഹദീസിനെ മുൻനിർത്തി ചിന്തിച്ചു കൊണ്ടിട്ടുള്ള ഒരു സൗന്ദര്യ ഭാവനയാണ് കൂടുതലായിട്ട് അതിൽ വന്നിട്ടുള്ളത്. ദൈവം അവൻ അൽ ജമാലാണ്, ഏറ്റവും സൗന്ദര്യവാനാണ്, അവൻ എന്താ പറയുക സൗന്ദര്യത്തെ പ്രണയിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭാവന, അല്ലെ ഭാവന എന്നുള്ള വേർഡ് വളരെ അപര്യാപ്തമാണ്. പ്രത്യേകിച്ചും സൂഫികളെ കുറിച്ച് സംസാരിക്കുമ്പം അതൊരു ഭാവനാ ലോകമല്ല, അവരത് കണ്ടുകൊണ്ടാണ് അത് ചമച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൗന്ദര്യ ദർശനം എന്ന് പറയാം. അപ്പോൾ അവരത് നേരിൽ കാണുന്നത് ദൈവത്തോടുള്ള ആ പ്രണയത്തെ ഒരു പ്രണയിതാവ്, സൃഷ്ടി എന്ന് പറയുന്ന പ്രണയിതാവ് എപ്രകാരമായിരിക്കണം തൻ്റെ ദൈവത്തെ പ്രണയിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത്തരം കവിതകളിൽ കടന്നു വരാറുള്ളത്, നമ്മൾ നൂറ് മുഹമ്മദ് എന്നൊക്കെ പറയാറുള്ള ആ മുഹമ്മദീയ ദിവ്യപ്രകാശം, ആ മുഹമ്മദീയ ദിവ്യപ്രകാശമാണ് ആദ്യമുണ്ടായത് എന്ന് പറയുന്ന, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ലോകത്തിലെ സർവ്വതും നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടുള്ള ആ മുഹമ്മദീയ പ്രണയത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗം. പിച്ചമസ്ഥാനൊക്കെ പറയുന്നത് പോലെ മുന്നമേ ഒരു നുക്തക്ഷരം മുമ്പിലേ വെച്ച വെടി അത് മിന്നിത്തെളി ചെണ്ടപൂ ആദമിൽ
മീമിൽ മുളച്ച തടി. അപ്പം അങ്ങനെ പറയുന്ന ആ ഒരു സൗന്ദര്യ സങ്കല്പത്തിൻ്റെ സൗന്ദര്യ ദർശനത്തിൻ്റെ ഒരു തലത്തിലൂടെയാണ് ആ കവിതകൾ ഈ പാരലായി ഈ മാലകളോടൊപ്പം സംഭവിച്ചതാണ് ഈ വാമൊഴിയിൽ പ്രചരിച്ചു വന്ന ഇച്ചമസ്ഥാൻ അടക്കമുള്ള കവികളുടെ കവിതകൾ. അപ്പം ഇത്തരത്തിലുള്ള ഈ മുഹമ്മദീയ ദിവ്യപ്രകാശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അപദാനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അതിനെ കർമ്മമണ്ഡലത്തിൽ നിന്ന്, അനുവാചകൻ്റെ മണ്ഡലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ റിമംബറൻസ് ഓഫ് പ്രോഫറ്റ്സ് ആൻഡ് പയസ്മെൻ, അത് എന്താ പറയുക, അത് നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരാനും വളരെ നല്ല കാര്യമാണെന്നുള്ള ആ കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ അനുവാചകൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സൗന്ദര്യബോധം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സൗന്ദര്യബോധങ്ങളിലൂടെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. അത് എങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അവൻ വളരെ ആരാധനാപൂർവം ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റുകളായിട്ട് അവൻ്റെ സംസ്കാരത്തിൽ അത്രയും അന്തർലീനമായി മലയാളത്തിലുള്ള കവിതകൾ വർത്തിക്കുകയാണ്. നോക്കൂ, അത് ഇസ്ലാമിലുള്ള ഒരു ആരാധന രീതി പോലെ അറബിയിലല്ല അത് പ്രചരിക്കുന്നത്, അത് മലയാളത്തിൽ വളരെ കൊളോക്കിയലായിട്ട് അത് പ്രചരിക്കുന്നത്. പിന്നെ അതിന് ശ്രദ്ധിച്ചു നോക്കും, മാലപ്പാട്ടുകൾക്ക് ഒരു ഇജാസത്തിൻ്റെ ഒരു വശം കൂടി ഉണ്ട്. ഇപ്പം ആ ചെല്ലുന്ന സദസ്സിൽ ഒരു മുസ്ലിയാരിൽ നിന്ന് അത് കേട്ട് പഠിച്ച ഒരാളുണ്ടായിരിക്കണം എന്ന് പറയുന്ന നിബന്ധനകളൊക്കെ, അപ്പോൾ അത് എത്രത്തോളം മതാത്മകമായി കൂടി എത്രത്തോളം സ്പിരിച്വലായി കൂടി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു എസ്തെറ്റിക്സ് ആയിരുന്നു, അങ്ങനത്തെ ഒരു സൗന്ദര്യ ദർശനമായിരുന്നു അത് സൃഷ്ടിക്കപ്പെട്ട കവികളിലും അത് കൊണ്ടു നടന്നിരുന്ന അനുവാചകരിലും ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വസ്തുത കൂടി എടുത്തു പറയുകയാണ്. നമുക്ക് മാപ്പിള സാഹിത്യം രൂപപ്പെട്ടതിൻ്റെ ധാരാളം കാലഘട്ടങ്ങൾ കാണാം. നേരത്തെ പറഞ്ഞു, അള്ളാഹ് എന്നതിന് സൗന്ദര്യാത്മകമായി സൂഫി കാഴ്ചപ്പാടിൽ നിന്ന് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി വായിക്കുമ്പോൾ നമ്മളൊരു അധിനിവേശം, ഒരു ഡയറക്റ്റ് ഇൻവേഷൻ പോർച്ചുഗീസുകാരുടെ കാലത്ത് എല്ലാ അർത്ഥത്തിലും അക്രമങ്ങൾ ഉണ്ടാകുന്നൊരു കാലമുണ്ട്. അത് അന്ന് മാലപ്പാട്ട് വന്നു, പിന്നെ പടപ്പാട്ട് വന്നു. അതുപോലെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്, അഥവാ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മെ അധിനിവേശം ചൂഴ്ന്നു നിന്നപ്പോൾ, കാരണം ബ്രിട്ടീഷ് അധിനിവേശമൊക്കെ എത്തുമ്പോഴേക്കും പൂർണ്ണാർത്ഥത്തിൽ അധിനിവേശ ഭരണകൂടത്തിന് കീഴിൽ, സിസ്റ്റത്തിന് കീഴിൽ നമ്മൾ മാറിയിട്ടുണ്ട്. കച്ചേരികളും മുനിസിപ്പൽ കോടതികളും അതുപോലെ ടാക്സേഷനും ഒക്കെ കൃത്യമായൊരു പാറ്റേണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി അധിനിവേശം വരിഞ്ഞു മുറുക്കിയ ഒരു ഘട്ടമായിരുന്നു. മറ്റേതൊരു കോസ്റ്റൽ ബെൽറ്റിലുള്ള കുറച്ച് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അബ്ദുറഹ്മാൻ ഹിക്കമി സംസാരിക്കും അതിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചും. കേരളത്തിൽ ഒരുപക്ഷെ മുസ്ലിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി എന്ന രൂപത്തിൽ വികസിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ ഈ മാപ്പിള എന്നുള്ള ടേമിന് അതിൻ്റേതായൊരു പങ്കുണ്ടായിരിക്കും എന്നുള്ളതാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കാരണം വ്യത്യസ്ത രൂപത്തിൽ നിന്നിരുന്നൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അധിനിവേശം സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്കോളേഴ്സ് ഉണ്ട്. ആ അർത്ഥത്തിൽ തന്നെ വേണമെങ്കിൽ മാപ്പിള എന്നുള്ള ടെർമിനോളജിയും ആ രൂപത്തിൽ സഹായിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നിരീക്ഷണം മാത്രമാണ്, ചില സ്കോളേഴ്സ് അഭിപ്രായം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഹാനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൊഹീദ്ദീൻ മാലക്ക് മുമ്പും അതുപോലെ തന്നെ മൊഹീദ്ദീൻ മാലയ്ക്ക് ശേഷം വരുന്ന നൂൽമദ്ഹിനിടയിൽ ഏകദേശം 130 വർഷത്തിൻ്റെ പഴക്കം കാണുന്നുണ്ട്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആലോചന എപ്പോഴും വേണ്ടതാണ്. കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നതിനർത്ഥം ഇല്ല എന്നതല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നമുക്ക് മനസ്സിലാവുന്നത് മലയാളത്തിലേക്ക് ഈ കവിതകൾ വരുന്നതിൽ പ്രധാനമായി പങ്ക് വഹിച്ചിട്ടുള്ള നമുക്കറിയാലോ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊടുക്കൽ വാങ്ങൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വൈദ്യര് മിഹറാജ് മാല എഴുതുന്നതിന് മുമ്പ് മിഹറാജ് മാല തമിഴ്നാട്ടിൽ രചിക്കപ്പെടുന്നുണ്ട്, ഫുത്തുഹിഷാം രചിക്കപ്പെടുന്നുണ്ട്, സക്കും പടൈപ്പോർ രചിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് മലയാളത്തിലുള്ള പല രചനകളുടെയും വ്യത്യസ്ത രൂപം തമിഴ്നാട്ടിലും കൂടെ രചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ തന്നെ തുടർച്ചയായിരിക്കാം, അതിൻ്റെ ഉദാത്തമായ തമിഴ് തുടർച്ചയായിരിക്കാം നൂൽമദ്ഹിൽ കുഞ്ഞായിൻ മുസ്ലിയാർ തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. കാരണം തൊട്ടു മുമ്പ് നമ്മൾ കാണുന്ന മൊഹീദ്ദീൻ മാലയുടെ ഭാഷയും കുഞ്ഞായിൻ മുസ്ലിയാരുടെ ഭാഷയും തമ്മിൽ പ്രകടമായ വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിൽ കുറേയും കൂടെ തമിഴിൻ്റെ സ്വാധീനം അതിപ്രസരം കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയത്ത് മൊഹീദ്ദീൻ മാലയിൽ കുറേയും കൂടെ സാധാരണക്കാരനായ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ് എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൂടെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയിൽ തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലുള്ള കേരളത്തിലെ അവസ്ഥയും അതുപോലെ തന്നെ ശേഷം വരുന്ന 19 നൂറ്റാണ്ടുകളിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് ഈ പറയപ്പെടുന്ന പടപ്പാട്ടുകളും മറ്റൊക്കെ വരുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ ടെർമിനോളജി രൂപത്തിൽ റിട്ടേൺ ഓഫ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടം കൂടെയാണത്.
കാരണം മനുഷ്യജീവിതം പ്രതിസന്ധിയിലാവുന്ന സമയത്ത് പ്രതികരിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിങ്ങൾ കാലങ്ങളായിട്ട് അത് നമ്മൾ ഏത് ബെൽറ്റ് നോക്കിയാലും ഇപ്പം അറിയാമല്ലോ, നമ്മളെ ഈ സെൻട്രൽ ഏഷ്യയിലൊക്കെ നമുക്ക് കാണുന്നൊരു സാധനമാണ്. അതായത് പ്രതിസന്ധി വരുന്ന സമയത്ത് പ്രതികരിക്കുക എന്നുള്ളത് അത് കൗമിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പടപ്പാട്ടുകൾ ആ ഒരു അർത്ഥത്തിൽ, കാരണം മാലപ്പാട്ടുകൾ പോലും നമ്മൾ മനസ്സിലാക്കപ്പെടുന്ന റെസിസ്റ്റൻ്റ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓഫ് കോഴ്സ് പടപ്പാട്ട് എന്നുള്ള ബല്ലാഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് ആളുകളെ ത്രസിപ്പിക്കുകയും നിലനിൽക്കുന്ന പ്രതിസന്ധിയോട് പ്രതികരിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കി തീർക്കുകയും കൂടി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. നമുക്കിതിൻ്റെ ഒരു പാരമ്പര്യം നോക്കുകയാണ്. മദ്ഹുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹിന്റെ കാലത്ത് കാബൂബിൻ സുഹൈർ തങ്ങൾക്ക് അവർ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് റസൂലുള്ളാഹി ഒരു പുതപ്പിക്കുന്നുണ്ട്, അതിന് ബുർദ എന്ന പേരിൽ. അതിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പിന്നീട് ബുർദ എഴുതപ്പെടുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഫിസിക്കലി റസൂലുള്ളാഹി വന്നിട്ട് ഇവർക്കൊരു പുതപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ രോഗശമനത്തിൻ്റെ രൂപത്തിൽ ബൂസീരി തങ്ങളെ വന്ന് റസൂലുള്ളാഹി ആശ്ലേഷിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്താൽ, കാരണം അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്, മദ്ഹിലും മറ്റ് ഏത് പ്രകീർത്തനങ്ങളായിക്കോട്ടെ, നമ്മളൊരു ഉദ്ദേശിക്കപ്പെടുന്നത് നന്മക്ക് ഗുണമുണ്ട് എന്നുള്ളൊരു സാധനം നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണല്ലോ, ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ കാബുബിന് സുഹൈർ തങ്ങളിലൂടെ വന്ന് ബൂസീർ ഇമാമിലൂടെ വന്ന് ഏത് സമൂഹത്തിലും ഏത് ഭാഷയും ലോകത്തെടുത്ത് നോക്കുകയാണെങ്കിലും തിരുപ്രകീർത്തനങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗദ്യങ്ങളും പദ്യങ്ങളും, അതായത് എഴുതപ്പെട്ട, നേരത്തെ പറഞ്ഞു ഇന്നല്ലാഹ ജമീലു യുഹിബുൽ ജമാല എന്ന് പറയുന്നൊരു ഇതിനെക്കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ ഭംഗിയുള്ളതിന് അത് ഫുതുവയാണോ അല്ലെന്നൊക്കെ ചർച്ചയൊക്കെ വേണമെങ്കിൽ നമുക്കതിലേക്കൊക്കെ പോവാം. ഇപ്പോൾ അതിലേക്ക് ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനപ്പുറമായിട്ട് ഭംഗി എന്നുള്ളത് ഈസ്തറ്റിക്സും ഭംഗിയൊന്നും തന്നെയാണോ എന്നൊക്കെ രൂപത്തിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും നന്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഇസ്ലാമിൻ്റെ കൂടെ തന്നെ നമ്മുടെ തന്നെ ലൈഫിൽ കൂടെ തന്നെ വരുന്നതായതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന നല്ലത് ചെയ്താൽ അതിന് ഉപകാരം കിട്ടുന്നൊരർത്ഥത്തിലാണ് ഈ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് ഈ പറയപ്പെടുന്ന രൂപത്തിൽ മറ്റൊരു ലോകത്ത്, മരിച്ചു ചെല്ലുന്ന ലോകത്ത് ഗുണം കിട്ടുന്ന രൂപത്തിൽ എല്ലാ തരത്തിലുള്ള പദ്യങ്ങളും എഴുതുന്നൊരു കാലഘട്ടം ഇദ്ദേഹം പറയുന്നുണ്ട്. വൈദ്യർ വരെയുള്ളൊരു കാലഘട്ടത്തിനെക്കുറിച്ച് ഒരു ഉദാത്ത മാതൃക എന്ന് പറയുന്നത്. പക്ഷേ ഈ വൈദ്യരാണ് ഒരു പക്ഷേ കത്തുപാട്ടുകളൊക്കെ പോലെയായിട്ടുള്ള പ്രണയവും കൂടെ, അതായത് മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആത്മീയ സരണിയുടെ വേണമെങ്കിൽ ഒരു മറ്റൊരു ധാര എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിലുള്ള എന്താ പറയുക സാഹിത്യത്തെ കൂടെ അറബി മലയാളത്തിലേക്ക്, അതല്ലെങ്കിൽ മാപ്പിളമാരുടെ ഈ മാപ്പിള എന്നുള്ള ടെർമിനോളജി അദ്ദേഹം പറഞ്ഞ സെൻസിൽ തന്നെ കോട്ട് മാപ്പിള എന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ വൈദ്യരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവുകയാണ്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അവസ്ഥക്കനുസരിച്ച് കാര്യങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കൗമിൻ്റെ ലൈഫിൻ്റെ ഭാഗം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത്, പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത്, ഈ അടുത്ത് വന്ന കൊറോണ സമയത്ത്, അതായത് ഏതാണോ എന്താണോ സംഭവിക്കുന്നത് അതിനോട് വളരെ സൗന്ദര്യാത്മകമായിട്ട് അത് ആണ്, അതിന് ഏത് രൂപത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്, അതിൻ്റെ കാരണം എന്താണ് എന്ന രൂപത്തിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന രൂപത്തിൽ അതിൽ കിടന്ന് സങ്കടപ്പെടാതെ അതിലേക്ക് എങ്ങനെ അതിനോട് കാവ്യാത്മകമായി അതിനോട് സംവദിക്കാം എന്നുള്ളൊരു എന്താ പറയുക ഒരു നൂല്, ഒരു പാരമ്പര്യം ഈ പറയപ്പെടുന്ന മാപ്പിളമാരുടെ ലൈഫിൽ നിരന്തരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ടായിരിക്കാം, അതൊരു പക്ഷേ ട്രാൻസ്ലേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ റോണി തിരിച്ചൊക്കെ പറയുന്നത് പോലെ, ഇസ്ലാം ട്രാൻസ്ലേറ്ററിലൊക്കെ പറയുന്നത് പോലെ അതൊരു എന്താ പറയുക ടെക്സ്ച്വൽ അഫിനിറ്റീസൊക്കെ പറയാം, പാഠപരമായ ചേർച്ച എന്നൊക്കെ പറയും. അത് യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ അപ്പുറമായിട്ട് ഒരു ചേർച്ച ഉണ്ടെങ്കിൽ പോലും ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയുന്ന സ്കോളേഴ്സ് ഉണ്ട്. ഏതായിരുന്നാലും ആ രൂപത്തിൽ അത് കൊടുക്കൽ വാങ്ങലാവാം, അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഉരുത്തിരിഞ്ഞതാവാം. ഏതായിരുന്നാലും സൗന്ദര്യാത്മകമായിട്ട് ഒരു സംഗതിയോട് താതാത്മ്യപ്പെടുക, അതല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് മാപ്പിളമാരുടെ ലൈഫിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ബഹാനിയും അതുപോലെ തന്നെ ഉമർ ബുഖാരിയും മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ മാപ്പിള സാഹിത്യത്തിൻ്റെ എവല്യൂഷനെ കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി എസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. നേരത്തെ ഹാനി പറഞ്ഞു ബിരുത്തങ്ങൾ, അതുപോലെ ഇശലുകൾ, കമ്പി, വാലുമ കമ്പി, ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പാട്ട്, ഇപ്പോൾ മാലപ്പാട്ട് എന്ന് തന്നെ അതിൻ്റെ ഒരു എസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് ഷബീന എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെയാണത് മുസ്ലിങ്ങൾ ആസ്വദിച്ചിരുന്നത്, അത് ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു കോസ്മോപോളിറ്റൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷബീന എന്ന് പറഞ്ഞത്. പദം പറയുന്നത് തന്നെ രാത്രി പാരായണം ചെയ്യുന്നത് എന്നാണല്ലോ, അതിൻ്റെ ഒരു പേർഷ്യൻ വേർഡാണ്. അതുപോലെ ധാരാളം പദങ്ങളൊക്കെ മാപ്പിള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഓരോ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു ബിരുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചമസ്ഥാനൊക്കെ ആ കാലത്ത് വളരെ അടയാളപ്പെടുത്തലുകൾ നടത്തിയതാണ്. അതുപോലെ തന്നെ മാപ്പിള സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവാണ്.
കുറേ ഭാഷകൾ, ഭൂഖണ്ഡങ്ങൾ, അവിടെയൊക്കെയുള്ള സംസ്കാരങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട് ലിംഗ്വിസ്റ്റിക് ആയിട്ട് ബന്ധപ്പെട്ട്. ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എഴുതുന്നതിനെ കുറിച്ചാണ്. അറബി മലയാളം അത് കുറേ മുമ്പ് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷൊക്കെ മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടിലൊക്കെ ഇംഗ്ലീഷ് പദാവലികൾ ധാരാളം ഉണ്ട്. ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചുള്ള അധ്യായങ്ങൾ വൈദ്യരുടെ രചനകളിൽ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകം പറയേണ്ടത്. ഗദ്യസാഹിത്യത്തിൽ സംസ്കൃതം ഒരു കാലത്ത് 1850-നും 900-നും ഇടയ്ക്ക് സംസ്കൃതം ഏറ്റവും കൂടുതൽ പഠിച്ചവർ ആരാണെന്ന് ചോദിച്ചാൽ മാപ്പിള സാഹിത്യകാരന്മാരാണെന്ന് പറയേണ്ടി വരും. കാരണം സംസ്കൃത കൃതികൾ അത്രത്തോളം അറബി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതായി നമുക്ക് കാണാം. അഷ്ടാംഗ ഹൃദയത്തിൻ്റെ ഒക്കെ വേണ്ടതിലധികം ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അഷ്ടാംഗ ഹൃദയം മാപ്പിളപ്പാട്ട് രൂപത്തിലേക്കൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറാമൻ പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു ആയുർവേദ കടയിൽ ചെന്ന് നോക്കുമ്പോൾ അഷ്ടാംഗ ഹൃദയം അയാൾ സംസ്കൃതത്തിൽ, അവിടെയുള്ള കച്ചവടക്കാരൻ സംസ്കൃതത്തിലാണ് ചെല്ലുന്നത്. പിന്നീട് ഒരു മുസ്ലിമിൻ്റെ കടയിൽ, ആയുർവേദ കടയിൽ ചെന്നപ്പോൾ അവിടെയും അദ്ദേഹം പാട്ട് പാടുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. കാരണം അതൊരു കേവലം ഒരു പാട്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെയാണ് മുതിർന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നത്, ഇത് അറബി മലയാളത്തിൽ അഷ്ടാംഗ ഹൃദയം ട്രാൻസ്ലേറ്റ് ചെയ്ത് മാപ്പിളപ്പാട്ടായിട്ട് പാടിയതാണ്. ഓരോ മരുന്ന് ചോദിക്കുമ്പോൾ ആ മരുന്ന് എത്രത്തോളം ഒരു സൗന്ദര്യത്തോടു കൂടിയാണ് അവർ ആ ജീവിതത്തെ കാണുന്നത്, ജീവിതത്തെ ആവിഷ്കരിച്ചതെന്നുള്ള. മരുന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകളൊക്കെ മാപ്പിളപ്പാട്ട് രീതിയിൽ ചൊല്ലിയിട്ടാണ് ആ മരുന്ന് എടുത്തു കൊടുക്കുന്നത്. ഇതുപോലെ ധാരാളം രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബിരുത്തങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒന്നിനെക്കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇശലുകൾ, ബിരുത്തങ്ങൾ, ഇച്ചമസ്ഥാനൊക്കെ. അതുപോലെ ഇച്ചമസ്ഥാനെ പോലെ ധാരാളം സൂഫി രചനകൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ പറഞ്ഞ എസ്റ്റിക്സിൽ നിന്നുകൊണ്ട് തന്നെ കാണുന്നത് തസൗഫ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായതുകൊണ്ട് ഉണ്ടായിട്ടുള്ള കവിതകൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ ഈ തസൗഫിനെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് വേറിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇത് വന്നു കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 19-ാം നൂറ്റാണ്ടിൽ വഹാബിസം എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ, സംഘടനകളിലൂടെ പ്രചരിക്കുന്നതിന് മുമ്പേ ഒരു റെസിസ്റ്റൻസ് ഇസ്ലാമിക പക്ഷത്തിനൂടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു വലിയ പ്രശ്നമല്ല ഈ 1600-കൾ മുതൽ തുടങ്ങിയെന്ന് പറയുന്ന അധിനിവേശം ഒരു പ്രശ്നമല്ല. നമ്മളെപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മോഡേണിസവും 40-കൾക്ക് ശേഷം വന്ന മോഡേണിസവും അതോടൊപ്പം വന്ന വഹാബിസമാണ്. അതുവരെ നമ്മൾ ഏത് ഇസ്ലാമാണ് ഫോളോ ചെയ്തത്? തസൂഫ് ഉൾക്കൊള്ളുന്ന ആത്മീയമായിട്ടുള്ള അങ്ങേ അറ്റത്തെ കൂടി ജീവിതം പുലർത്തിയിരുന്ന ഒരു ഇസ്ലാമാണ്. ആ ഇസ്ലാം നമുക്ക് എവിടുന്ന് കിട്ടി? രണ്ടുത്തരേ ഉള്ളൂ. ഒന്നുകിൽ ഹസനുൽ ബസ്രി റളിയല്ലാഹുവിലൂടെ കിട്ടി, അല്ലെങ്കിൽ റസൂലുള്ളാഹിലൂടെ നേരിട്ട് കിട്ടി. എന്തായാലും റസൂലുള്ളാഹിലേക്ക് മുട്ടുന്ന പാരമ്പര്യമാണ്. ഇതിന് ആകെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് മോഡേണിറ്റിയിൽ സലഫിസം കടന്നു വരുമ്പോഴാണ്. ഇത് ആഗോളമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. സലഫിസത്തിൻ്റെ വേരുകളാവട്ടെ അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ബ്രിട്ടനും അമേരിക്കയും കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പേയുള്ള ഈ ഞാൻ പറഞ്ഞ ഉദാത്ത മാതൃകകൾ, ഇച്ചമസ്ഥാനം ഉൾക്കൊള്ളുന്ന, കടായിക്കൽ ഉൾക്കൊള്ളുന്ന ഈ ഉദാത്ത മാതൃകകളിൽ അവരുപയോഗിച്ചത് തസൂഫ് എന്ന് പറയുന്ന സങ്കേതത്തെ തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ 3 എസ്തെറ്റിക്സും അള്ളാഹുവും റസൂലും പിന്നെ കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നാം അതിനെ വളരെ ഉദാത്തമായിട്ടുള്ളതായി കാണുന്നു. ഒരു കാരണവശാലും ഇങ്ങനെ വായിച്ചുകൂടെന്നാണ് എൻ്റെ അഭിപ്രായം. 1600-കളിൽ ഇവിടെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മൂലമാണ് നമ്മൾ സാഹിത്യം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതാവരുത്. ദ്രാവിഡീയമായിട്ട് ഇതൊരു തമിഴ് ഭൂമികയായിരുന്നു. ആ തമിഴ് ഭൂമികയിലുള്ള കവിതകളെ കൂടി നിങ്ങളൊന്ന് ചേർത്ത് വെച്ചിട്ട് വായിക്കുക. ആ മുഹിദ്ദിമാല മുതൽ തുടങ്ങിയാൽ പോരാ ചരിത്രം. അപ്പോൾ ആ തമിഴ് ഭൂമികയിൽ ഉണ്ടായിട്ടുള്ള കവിതകൾ വെച്ച് നോക്കിയാൽ ഈ പ്രണയം ഒരു സുപ്രഭാതത്തിൽ പോർച്ചുഗീസുകാർ വന്നപ്പം അള്ളാഹുവിനോടൊരു പ്രണയം ഉണ്ടായതല്ല. ആ പ്രണയത്തിൻ്റെ കവിതകൾ അന്ന് സഹാബാക്കൾ പാടിയതുപോലുള്ള കവിതകൾ ഹിജറ 1-ാം നൂറ്റാണ്ട് മുതൽ നാം ഇന്ന് എത്തി നിൽക്കുന്ന നിമിഷം വരെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് അതിനെ പൊളിറ്റിക്കലാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഒരു പൊളിറ്റിക്കൽ ജീവിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഉത്തരാധുനികമായിട്ടുള്ള ഇന്നത്തെ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ കലയെ വായിക്കുന്നത്? ഇത് എവിടെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്? നോക്കൂ, ഇന്ന് ഏറ്റവും വലിയ മാധ്യമം സിനിമയാണ്. സിനിമയിൽ എവിടെയാണ് ഇതിനെ അടയാളപ്പെടുത്തപ്പെടുന്നത്? ഹാ, ഹി, ഹൂ എന്നുള്ളൊരു സംഗതി സിനിമയിലെ ഒരു പാട്ടിൽ 2 വരിയിൽ കയറ്റപ്പെട്ടാൽ അത് തസൗഫിൻ്റെ എക്സിസ്റ്റൻസ് ആയിട്ടാണ് കമ്മ്യൂണിറ്റി മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള മുസ്ലിം പക്ഷക്കാരായ ആളുകൾ അവകാശപ്പെടുന്നത് സിനിമയ്ക്കകത്ത്, അതിൻ്റെ വ്യവസായത്തിനകത്ത് മുസ്ലിം പ്രതിനിധാനമില്ല, സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് മുസ്ലിം പ്രതിനിധാനമില്ല, അതുകൊണ്ട് ആ പ്രതിനിധാനത്തെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഈ ആ, ഹി, ഹൂ വെച്ചിട്ട്. അപ്പോൾ ഈ കവിതകളെ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഏത് മണ്ഡലത്തിലാണ്? പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് വായിക്കുമ്പോഴാണ് നമുക്കത് പൊളിറ്റിക്കലായ റീസൺ കൊണ്ടാണ്
മാലപ്പാട്ടുകൾ ഉണ്ടായതെന്ന് തോന്നുന്നത്. കാരണം നമ്മളിന്നൊരു പൊളിറ്റിക്കൽ ജീവിയായിട്ടുണ്ട്. നോക്കൂ, ഈ ഭയം എങ്ങനെയാണ് വന്നത്? 1940-കളിൽ വെസ്റ്റേൺ, അതായത് പടിഞ്ഞാറൻ സഖ്യസേന ലോകത്തിന് മുമ്പിൽ ഭീമാകാരമായ 2 ബോംബുകളെ കൊണ്ടുപോയി ഇട്ട് അവർ ആ 43-ന് ശേഷം ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്, മോഡേൺ വെസ്റ്റേൺ സിവിലൈസേഷൻ. ആ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരേ ഒരു ആയുധം ഭയം എന്നുള്ളതാണ്. നിങ്ങളെ അരക്ഷിതരാക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ഭയവും അരക്ഷിതത്വവും വരുമ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കും? അതില്ലാണ്ടാവും. അൽ ജമാൽ എന്ന് പറയുന്ന അള്ളാഹുവിനെ അവൻ സർവ്വതിനും കഴിവുള്ളവനാണ്, അവനല്ലാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കേണ്ട ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഭയം ഉണ്ടാവാൻ പാടുണ്ടോ? ആ ഭയത്തെയാണ് അവരുണ്ടാക്കിയത്. ആ ഭയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കവിത വായിക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് വേണ്ടി, സോഷ്യൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വരികൾ ഉപയോഗിക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഇതിനിടയിൽ ഇവിടെ കണ്ടെടുത്തു, ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഭൗതികമായിട്ടുള്ള ഒരു കാരണങ്ങളാലും പരിഹരിക്കാൻ പറ്റാത്ത കൊറോണ എന്ന് പറഞ്ഞ വിഷയം വന്നപ്പോൾ വീണ്ടും മാലപ്പാട്ടുകളിലേക്ക് തിരിച്ചു പോകാൻ സുന്നി സമൂഹം ശ്രമിച്ചില്ലേ? അവിടെ അത് കണ്ടെടുത്തത് വളരെ ശരിയായൊരു കണ്ടെടുക്കലേ. മറിച്ച് സിനിമകളുടെ ശീലുകളിലൂടെ ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ വരികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അരക്ഷിത ബോധത്തിൽ നിന്ന്, നമ്മുടെ ഈ പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ ഒരു 10 വർഷം ഒരു ഭരണാധികാരി ഭരിച്ചു കഴിഞ്ഞാൽ ലാഹിലാഹില്ലക്ക് വല്ല കോട്ടവും പറ്റുന്നുണ്ടോ? അവനല്ലാത്തൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ തന്നെ നിശ്ചയിച്ചവനാണ് നിങ്ങളെ ഭരിക്കുന്നത്. ആ അരക്ഷിത ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്കിത് പൊളിറ്റിക്കലായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു സാധനം നമ്മൾക്കുള്ളിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അപ്പം ആ സൗന്ദര്യഭാവന ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ അള്ളാഹു സൗന്ദര്യമാണ് എന്നതിന് അവരുദ്ദേശിച്ചത് ഭയം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസണായിട്ട് ഇതിനെങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്കൊരു വലിയ വിഷയമല്ല. കാരണം നമ്മുടെ പ്രണയിതാവ് ആരാണ്? നമ്മുടെ പ്രണയിതാവ് അള്ളാഹുവാണ്. അവൻ എന്തിനും പ്രാപ്തനാണ്. നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല. നമ്മൾ പൊളിറ്റിക്കൽ കോസസ് പറയാറുണ്ട് മാപ്പിള മലയാള ചരിത്രത്തിനൊക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, അതിനു മുമ്പും പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പും അറിയപ്പെട്ട റിലയബിളായ സോഴ്സുകൾ മുഖേനയുള്ള ധാരാളം രചനകൾ നമുക്ക് കാണാൻ പറ്റും. 1450-ലാണ് മൗലിദുർ റസൂൽ എന്ന് പറയുന്നൊരു മദ്ഹ് കാവ്യം ഷെയ്ഖ് റമദാനു ഷാലിയാത്തിയും ഫഖറുദ്ദീൻ ഷാലിയാത്തും ഒക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ സഞ്ചാര സാഹിത്യങ്ങളിൽ അന്നത്തെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ പ്രോസ്പെരിറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നീട് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷവും ധാരാളം രചനകൾ ഇതേപോലെ ആത്മീയതയും റെസിസ്റ്റൻസ് എന്ന് തോന്നാത്ത ധാരാളം രചനകളുണ്ട്. പലപ്പോഴും അത് എല്ലാ സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൂടി അതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം അത് നമ്മൾ ഇപ്പം നിലവിലുള്ള ചില ഹിസ്റ്റോറിയോഗ്രഫിയിലെ ചില മെത്തേഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം റിട്ടൺ ടെക്സ്റ്റിനാണ് പ്രാധാന്യമുള്ളത്. അല്ലാത്ത ടെക്സ്റ്റുകൾ പലപ്പോഴും വായിക്കപ്പെടുന്നത്, അല്ലാത്ത സോഴ്സുകൾ ഉപാദാനങ്ങൾ പലപ്പോഴും ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, ഹാനി തന്നെ പറഞ്ഞു തുടക്കത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് മുമ്പ് തന്നെ ഇവിടേക്ക് ഇസ്ലാമിൻ്റെ ആഗമനം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ മുസ്ലിങ്ങൾ അറബികൾ അവർ മുസ്ലിങ്ങളാവാനും സാധ്യതയുണ്ടല്ലോ. കാരണം ഈജിപ്തായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാം അതിനു മുമ്പും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ അറബികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ സോഴ്സുകൾ ഉപയോഗിച്ച്, മാരിടൈം ആർക്കിയോളജി പോലെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ഇപ്പം നിലവിൽ നമുക്ക് കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു, റിസർച്ചിന് ബന്ധപ്പെട്ട് കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പശ്ചാത്തലങ്ങളൊക്കെ നീങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച്, സങ്കേതങ്ങൾ ഉപയോഗിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഒരു പൊതുവായൊരു അഭിപ്രായം എന്നുള്ള നിലക്ക് ഇവിടെ പറയുന്നത്. ഹാനി പറഞ്ഞതിൻ്റെ തുടർച്ച എന്നോണം, അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഈ പുതിയ കാലത്തെ മോഡേണിറ്റിക്ക് ശേഷമുള്ള ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇതൊന്നും എന്താ പറയുക റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്നുള്ള രൂപത്തിൽ കാണേണ്ടതല്ല, മറിച്ച് പ്രണയത്തിൻ്റെ ഒരു എക്സ്ട്രീമാണ്, ഉദാത്തമായ മാതൃകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നിരന്തരം സംസാരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് ഈ ലിറ്ററേച്ചർ സാധനങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിരന്തര പഠനങ്ങൾ നടക്കുന്ന ചില ഡിബേറ്റാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു ചർച്ചയെ മുന്നോട്ടിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ രണ്ട് ഭാഗത്തും സ്കോളേഴ്സ് സംസാരിക്കാറുണ്ട്, ആ ഡിബേറ്റ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് ഈ വൈദ്യർക്കൊക്കെ ശേഷം നേരത്തെ പറയുന്നുണ്ട്, ഈ ഭാഷയുടെ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളുടെ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കേൾക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഈ കവികൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കാരണം നമ്മൾ ശരിക്കും ഈ സൗന്ദര്യഭാവനയിൽ നമ്മൾ ഈ പാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചർച്ച പോയിട്ടില്ല എന്നുള്ളൊരു പരിമിതിയും കൂടെയാണ് ഈ ചർച്ചയുടെ.
ഏതായിരുന്നാലും വൈദ്യർ ഉഹുദ് രചിക്കുന്നത്, വൈദ്യർക്ക് ഉഹുദ് പറഞ്ഞു കൊടുക്കുന്നത് അബൂബക്കർ കുഞ്ഞിക്കാദിയാണ്, കോഴിക്കോട്ടുകാരനായിട്ടുള്ള. അവരെക്കുറിച്ച് വൈദ്യർ ഉപയോഗിക്കുന്നത് മുറുകിക്കോട് എന്നുള്ള പ്രയോഗം വൈദ്യർ പറയുന്നുണ്ട്. കോഴിക്കോട് മുറുകി എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്ന് പറയുമല്ലോ, അതായത് കോഴിക്കോട് എന്ന് അദ്ദേഹം മുറുകിക്കോട് എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ കളത്തിൽ മുഹമ്മദ് കുട്ടിയുടെ ലൗകിക മഹാത്ഭുതമാല, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദുരന്തങ്ങളൊക്കെ ആയിട്ട് പ്രകൃതി ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഹജറായി എന്നൊരു പ്രയോഗം പറയുന്നത്. കല്ലായിക്ക് ഹജറായി, ഹജറ് കല്ല്, കല്ലായി എന്നൊരു പ്രയോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഈ പൊന്നാനിയെക്കുറിച്ച് സ്വർണ്ണാനി എന്നൊരു പ്രയോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉണ്ണിമുഹമ്മദ് സാഹിബുണ്ട്, ഈ കൂട്ടുകാരൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് നമ്മുടെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം അരീക്കോടിനെ കുറിച്ച് ചാവൽക്കോട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിച്ച്, രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പുതിയൊരു ഭാഷ ഉണ്ടാക്കുന്നൊരു സ്വഭാവം കൂടെ നേരത്തെ ഹിന്ദിയും ഇംഗ്ലീഷും കൂടി ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷും മംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രയോഗങ്ങൾ ഈ പുതിയ കാലത്ത് നിന്നല്ല 800-കൾക്ക് 900-ൻ്റെ തുടക്കം മുതൽ തന്നെ കവികൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അതുപോലെ തന്നെ ഇതിനപ്പുറമായിട്ട് ഈ അബുജദ്, അത് അക്കക്കെട്ട്, രചനാസൂത്രം, അക്ഷരക്കെട്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വ്യത്യസ്തമായ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കാലഘട്ടത്തിനെ പറയുന്നൊരു സ്വഭാവം നമുക്കറിയില്ല. ഇവിടെയുള്ള ചാലിയത്തുള്ള ഈ ശാലിയാത്തിയുടെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ഏത് വാതിലെടുത്ത് പോയി കഴിഞ്ഞാലും അതിനകത്ത് അവസാനം അബുജദ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ് എന്നാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ആ വാതിലെന്ന് വെച്ചു, ആ കൃതിയുടെ പഴക്കം എത്ര, നിങ്ങൾ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അബുജദിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് മാപ്പിളമാർക്കിടയിലുള്ള ഒരു രചനാസൂത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ടെൻഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് മനസ്സിലാകുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ ഈ തുടങ്ങിയിട്ട് ഈ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഭാഷയോട് കൂടെ തന്നെ വ്യത്യസ്തമായ പുതിയ രൂപാന്തരങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാലോ, അതായത് ഈ അറബിയിൽ നിന്ന് അറബി മലയാളത്തിലേക്ക് മാറുന്ന സമയത്ത്, അതായത് ഒരുപക്ഷെ അറബി മലയാളം നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വേറെ ചർച്ചയാണ്. അതിനപ്പുറമായിട്ട് ഈ അറബി എന്നുള്ള ലോകത്ത് മുഴുവൻ സ്വീകാര്യമായ ഭാഷയിൽ നിന്നൊരു പുതിയ ഭാഷ ഉരുത്തിരിയുന്നുണ്ട്. ആ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻമാല രചിക്കപ്പെടുന്നത്. അതായത് നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവരുടെയും കൂടി കൊടുക്കൽ വാങ്ങേണ്ട ഭാഷയായിട്ട് അറബി മലയാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഏത് സമയത്ത് ഏത് കാര്യമാണോ വേണ്ടത് അതിലേക്ക് കവികളും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ സഹായിക്കുന്ന രൂപത്തിൽ അറബിയിൽ നിന്നും അറബി മലയാളത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന് വേണമെങ്കിൽ ലാർജർ സെൻസിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഹിക്കമി പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഇൻക്ലൂഷൻ പിന്നീടും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഹീബ്രുവിനെക്കുറിച്ചുള്ള ഹീബ്രു ബേസായിട്ട് പഠനങ്ങൾ അറബി മലയാളത്തിൽ കാണാൻ പറ്റും. 1905 ഇഞ്ചിൽ ലൂക്ക എന്ന് പറഞ്ഞ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ അറബി മലയാളത്തിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഹീബ്രു പഠന സഹായി അറബി മലയാളത്തിലുണ്ട്. അത് രചിച്ചതൊരു സൈനുദ്ദീൻ മഖ്ദൂമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഖ്ദൂം എന്ന് പറയുന്ന ഒരു ജീനിയോളജി ആണല്ലോ, കുറേ ആളുകൾ നമുക്ക് ആ അർത്ഥത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഒരു സൈനുദ്ദീൻ മഖ്ദൂമാണ്. അതുപോലെ വട്ടെഴുത്തിൻ്റെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മഖ്ദൂമുമാർ തന്നെ രചിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഓരോ കാലഘട്ടത്തിലും അതനുസരിച്ചുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ. അബ്ജദിനെ കുറിച്ച് പറഞ്ഞു. അബ്ജദിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് മൈഗുരുഡ്. മൈഗുരുഡ് എന്ന് പറഞ്ഞാൽ ആ ഈ എന്ന് തുടങ്ങുന്ന അറബി മലയാളം അക്ഷരമാല ഉണ്ട്. അതിന് പകരം മൈഗുരുഡിൽ സസ, സിസു എന്ന് പറഞ്ഞിട്ടൊരു ശൈലിയാണ്. അപ്പോൾ അത് എവിടെയാണ് പോകുന്നത്, അതിനൊക്കെ വ്യത്യസ്തമായ ഒരു ലാംഗ്വേജ് അവർ രൂപവൽക്കരിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സങ്കേതങ്ങൾ ഗദ്യശാസ്ത്രത്തിലായാലും പദ്യത്തിലൊക്കെ ആയാലും നമുക്ക് കാണും. അത് പദ്യത്തിൽ കുറച്ചും കൂടി ആ സൗന്ദര്യഭാവന വരുന്നു എന്നുള്ളത് നമ്മളെ എസ്തെറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ പദ്യം കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ കാരണമാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവം നമുക്ക് ഏത് കാലഘട്ടത്തിലും കാണാൻ കഴിയും. വളരെ പരസ്യമായിട്ട് അതൊന്നും ലഭ്യമല്ലല്ലോ. അപ്പോൾ ആ രഹസ്യാത്മകതയെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയില്ല, ഒരു പക്ഷേ ഈ അബ്ജദ് പോലുള്ള നേരത്തെ പറഞ്ഞ ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള ഈ സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിയിരിക്കുക. കാരണം ഇത് എല്ലാവരിലേക്കും എത്തേണ്ട കാര്യമല്ല. ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ അതിനിടക്ക് വായിന്ന് വീണ് പോയി അല്ലാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കണം. ഇത് നമ്മളെല്ലാവരുടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ ഒളിപ്പിച്ച് വെച്ച് പറയാൻ വേണ്ടി കൂടി ഉപയോഗിച്ച സങ്കേതമായിരിക്കാം ഈ ഭാഷാപരമായിട്ടുള്ള, അതിനും ഒരു തസൗഫിൻ്റെ വേരുണ്ടായിരിക്കാം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. അതേക്കുറിച്ചുള്ള പഠനങ്ങൾ അക്കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നൂഹ് മുസ്ലിയാരുടെ ഫതഹുസ് സമദ് വളരെ വിശാലമായി ഇങ്ങനെയുള്ള ആത്മീയ സങ്കേതങ്ങളെക്കുറിച്ചും ഇബ്നുൽ ഫാരിദാണല്ലോ പറഞ്ഞത്, അല്ലാത്ത ഒന്ന് ഈ ഭൂമിയിലുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഞാൻ കാഫറാണെന്ന് ഞാൻ വിധിക്കും
എന്ന് ഇബ്നുൽ ഫാരിദ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫതോസ് സമദ് എഴുതപ്പെട്ടത് തിരുവനന്തപുരത്താണ്. അതിൽ ഈ സൂഫി കവിതകളെയും മാലപ്പാട്ടുകളെയും വളരെയധികം വിശദീകരിച്ച് ഒരു ലക്ഷണ ഗ്രന്ഥം പോലെ എഴുതപ്പെട്ടതാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പൂവാർ നൂഹ് മുസ്ലിയാർ അങ്ങനെ എഴുതണമെങ്കിൽ തെക്കൻ കേരളത്തിലെ ഇതിൻ്റെ പ്രചാരം ഒട്ടും കുറവായിരുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോയെന്നുള്ളൂ. തമിഴ്നാടിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇതിന് അങ്ങോട്ടുണ്ടായിരുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അപ്പം മാപ്പിള എന്ന് പറയുന്ന സങ്കേതം എത്ര ചെറുതാണെന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഇട്ട് എന്നാൽ ഡിബേറ്റ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ അനാചാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതും ഈ പറയപ്പെട്ട ഈ മാപ്പിള എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുള്ളൂ, കോട്ടൺ കോട്ട് മാപ്പിളയാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം, ഡിബേറ്റ് മനസ്സിലായവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ മാപ്പിളമാർക്കിടയിൽ ഈ അനാചാരങ്ങളെയൊക്കെ പ്രതിഷേധിക്കുക, അതിനോട് പ്രതികരിച്ചുകൊണ്ട് പാട്ടുകൾ എന്നൊരു സ്വഭാവം മാപ്പിളമാർക്കിടയിൽ നമുക്ക് വ്യാപകമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ടി ഉബൈദ് സാഹിബ്, അതുപോലെ തന്നെ പുലിക്കോട്ടിലൊക്കെ കാതുകുത്തിനെതിരെ, അതുപോലെ തന്നെ മരുമക്കത്തായത്തിനെതിരെ, സ്ത്രീധനത്തിനെതിരെയൊക്കെ പല കവികളും പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ ആര്യകോട്ടുകാരനായ ഉണ്ണുമുഹമ്മദ് സാഹിബ് കർബലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൊടികേറ്റമാലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ തഹ്ജീൽ ഫുതൂഹിൻ്റെ മുസന്നിഫായിട്ടുള്ള മരക്കാരുകുട്ടി മുസ്ലിയാരെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾക്ക് അത്ര അവൈലബിൾ അല്ലാത്തൊരു പണ്ഡിതൻ. അതേ സമയത്ത് കൊടികേറ്റമാല നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് ഉണ്ണി മുഹമ്മദ് സാഹിബിനോട് മരക്കാരുട്ടി മുസ്ലിയാരാണ് ഈ കൊടികേറ്റമാല എഴുതാൻ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അന്നത്തെ അരിക്കോട്ട് പള്ളിയിലെ ഖാദി അവരായിരുന്നു. കാരണം കൊടികേറ്റമാല എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി തങ്ങന്മാരുടെ ഈ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പള്ളിയുടെ മുന്നിലൂടെ കൊട്ടിപ്പാടി ശബ്ദമുഖരിതമായി പോകുന്നതിനെതിരെ അദ്ദേഹം കൊടുക്കുന്ന ഫത്വകളൊക്കെ ഉൾക്കൊള്ളുന്ന കൃതിയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഓരോ കാലഘട്ടത്തിലെയും അനാചാരങ്ങൾക്കെതിരെയും കൂടെ മാപ്പിള കവികൾ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് ചിലത് കൃതികളായിട്ട് വന്നിട്ടുണ്ട്, ചിലത് ഒറ്റ പാട്ടുകളായിരിക്കാം, ചിലത് സൂചനകളായിരിക്കാം. ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ള സാധനങ്ങളും ഈ മാപ്പിള കൃതികളിൽ അതല്ലെങ്കിൽ സാഹിത്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ 1950കൾക്കൊക്കെ ശേഷമാണ്, അതല്ലെങ്കിൽ 1930കളോട് കൂടെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ വ്യത്യസ്ത രൂപം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈദ്യർക്ക് ശേഷം ഈ പ്രണയമൊക്കെ പോലത്തുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഗന്ധികൾ പാട്ടുകളിലേക്ക് വരുന്നുണ്ട്. 1930കൾക്ക് മുമ്പ് നമുക്ക് കാണാം. പക്ഷേ 1930 ശേഷം വളരെ സജീവമായിട്ട് പല കവികളും പല രൂപത്തിലുള്ള പാട്ടുകൾ, അതായത് ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് എന്തും മാപ്പിളക്ക് പാട്ടാണ് എന്നുള്ള രൂപത്തിൽ പല രൂപത്തിലുള്ള പാട്ടുകൾ, അതിൽപ്പെട്ട ഒരുപാട് പാട്ടുകൾ, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കത്തെന്ന് പറയുന്നത്. കത്തിനപ്പുറമായിട്ട് നമുക്ക് പറയല്ലോ, അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് കല്യാണമൊക്കെ ആയിട്ട് വന്നിട്ട് പല രൂപത്തിൽ അതിന് പലതിനും മതത്തിൻ്റെ വല്ല ബേസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം അവിടെ കിടക്കും. അതേസമയം അതിനപ്പുറമായിട്ട് നേരത്തെ പറഞ്ഞ ഭംഗിയുള്ളത് ആസ്വാദനത്തിന് പറ്റുന്നത് എന്തും എഴുതുക എന്നൊരു ടെൻഡൻസിയും കൂടെ മാപ്പിളപ്പാട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനൊക്കെ ബേസ് തിരഞ്ഞ് ഒരു പക്ഷേ കിട്ടിയേക്കാം. അതേ സമയത്ത് പല സമയത്തും പല പാട്ടുകളുടെയും കണ്ടൻറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഈ ഒരു കോണിൻ്റെ അകത്ത് അതിനെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതേ സമയത്ത് മാപ്പിള എന്ന കമ്മ്യൂണിറ്റിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. കാരണം കത്തുപാട്ടുകൾ അത് പിന്നെ വൈദ്യരാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ നല്ലോണം ബീരാൻ സാഹിബ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ബദ്രൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളുള്ള സമയത്ത് തന്നെ കത്തും പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളും ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബർമ്മയിലേക്കുള്ള മൈഗ്രേഷൻ 1930കളിൽ നടക്കുമ്പം അത് കുറച്ചും കൂടി സജീവമാകുന്നുണ്ട്. രചനകൾ അവൈലബിൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഡിബേറ്റ് സജീവമാകുന്നുണ്ട്. പെട്രോ ഡോളറിന് ശേഷം 1970കളിൽ ഗൾഫ് മൈഗ്രേഷന് ശേഷം വളരെ സജീവമായിട്ട് എസ് എ ജമീലിന് ശേഷം ഒരുപാട് കവികൾ ഈ പാട്ടുകൾ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഇതിവൃത്തം എന്ന് പറയുന്ന നേരത്തെ പറയുന്ന പോലെ പ്രണയം, വിരഹം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതും കൂടെ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഈ ലാർജർ ജോണറിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അതിൻ്റെ അകത്തും ഒരുപാട് നീ പറഞ്ഞ പോലെ ഈസ്തറ്റിക് സെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പ്രയോഗങ്ങളും വാക്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു മേഖലയാണ് വിമർശനങ്ങളും അതിനോടുള്ള വിയോജിപ്പുകളും. എങ്ങനെയാണ് മാപ്പിള മുസ്ലിങ്ങൾ ചെയ്തിരുന്നത്, നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ്. അവർക്കിടയിൽ സ്വാഭാവികമായും ഒരു കാര്യം പറയുമ്പോൾ അതിനുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, അതിനെ ഉൾക്കൊള്ളുന്ന രൂപം ഉണ്ടാവും. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ തന്നെ ആദ്യം ഹുസ്നുൽ ജമാൽ ബദർ മുനീർ എഴുതുമ്പോൾ ശക്തമായ പല അർത്ഥത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതേ മോയിൻകുട്ടി വൈദ്യരെ തന്നെ ചേർത്ത് പിടിച്ച് പിന്നെ ബദറും ഉഹുദും ഒക്കെ രചിക്കുന്ന ഒരു രൂപം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കൊടിയേറ്റ മാല, അതുപോലെ തന്നെ ദുരാചാര മർദ്ദനം പോലെ ധാരാളം കാവ്യങ്ങൾ വരുന്നുണ്ട്, സാഹിത്യത്തിലൊക്കെ അത് പ്രയോഗിക്കുന്നുമുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഒരു ആരോഗ്യപരമായ വിമർശനങ്ങളായിരുന്നു പലപ്പോഴും. അതിനെ ഒരു അനാരോഗ്യകരമായ അല്ലെങ്കിൽ ഒരു അമുസ്ലിം അല്ലെങ്കിൽ ഷിർക്ക് എന്നുള്ളൊരു അപരവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീടുള്ള സലഫിസമാണ്. നമുക്ക് കാണാം, ഒരു കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ ഉറൂസ് വേളകളിലെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ഫത്വ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള പല വിയോജിപ്പുകളും. അദ്ദേഹം എന്ന് പറയുന്നത് വലിയ ആലിമാണ്, സമസ്തയിലേക്ക് വലിയ വലിയ ആലിമീങ്ങളുടെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ടവർ.
അതുപോലെ തന്നെ ഖിബില സംവാദം, ആ സംവാദത്തെയൊക്കെ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അപരവൽക്കരിച്ചു എന്നുള്ളത് സലഫിസത്തിൻ്റെ വലിയൊരു ദുരന്തമായി നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അറബി മലയാളത്തെ തന്നെ, ഈ കലയെ തന്നെ നിഷേധിക്കാനും അതൊക്കെ ഷിർക്കിൻ്റെ സങ്കേതങ്ങളാണ്, അത് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ യോജിപ്പുകൾ വിയോജിപ്പുകൾ അത് രേഖപ്പെടുത്തിയതിൻ്റെ ഒരു സൗന്ദര്യം കൂടി ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇതിനോടൊരു കാടടക്കിയുള്ള വിമർശനങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഐക്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്ന്. അവരിതൊക്കെ ഒരു നിഷേധാത്മക രൂപത്തിലാണ് കാണുന്നത്. പോർച്ചുഗീസുകാർ ഒരു കാലത്ത് മാപ്പിള മുസ്ലിങ്ങളുടെ രചനകൾ കട്ടെടുത്തും കത്തിച്ചും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സ്വത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നത് എങ്കിൽ അതിൻ്റെ സാങ്കത്യത്തെ തന്നെ നിഷേധിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് നവീനവാദികൾ മാപ്പിള മുസ്ലിങ്ങളുടെ കലാത്മക ബോധത്തെ, സൗന്ദര്യത്തെ നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ മേഖലയിലുമുണ്ട്. അത് അറബി മലയാളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും, അത് നമ്മൾ അടുത്ത കാലം വരെ 1970 വരെ മാപ്പിള പ്രസിദ്ധീകരണങ്ങൾ, അറബി മലയാളത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അവരൊരിക്കലും, എന്നാൽ പുത്തൻവാദികൾ ഉന്നയിക്കുന്നൊരു വിമർശനമുണ്ട്, മലയാളത്തിനോട് അവരെതിരായിരുന്നു, മലയാളം പഠിച്ചാൽ നരകത്തിൽ പോകും, അത് ഹൈന്ദവരുടെ ഭാഷയാണെന്നൊക്കെ. നമുക്ക് 890 850 ശേഷം തന്നെ പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ, കത്തുകൾ ധാരാളം മലയാളത്തിൽ കാണാം. ഒരേ സമയം അറബി മലയാളത്തിൽ തന്നെ എഴുതിയിരുന്നവർ, അതിനുവേണ്ടി വാദിച്ചിരുന്നവർ തന്നെ നല്ല സ്ഫുടമായ ഭാഷ മലയാളത്തിൽ എഴുതി കത്തയച്ചതൊക്കെ വലിയ വലിയ തങ്ങന്മാരും അന്നത്തെ ഉസ്താദുമാരൊക്കെ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും പലപ്പോഴും നമ്മളിതൊരു ഒരു രൂപത്തിൽ പാരമ്പര്യമായ റിലീജിയസ് ആയ കുറേ സാഹിത്യങ്ങളാണ് അറബി മലയാളത്തിലുള്ളത്, സെക്കുലറായ ഒന്നുമില്ല എന്നൊക്കെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് പൊതുസമൂഹത്തെ പോലും ഇന്ന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു അലൈനേറ്റഡ് ആയ, ഒരു മാർജിനലൈസ്ഡ് ആയ ഒരു ലിറ്ററേച്ചർ മെത്തേഡാണ് എന്നാണ് പലപ്പോഴും പൊതുസമൂഹം പോലും കാണുന്നത്. അതിന് സലഫിസത്തിൻ്റെ വിമർശനങ്ങൾ, അവരുടെ രീതികൾ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് മലയാളത്തിലുണ്ടായിരുന്ന ലിപികൾ 800കളുടെ അവസാനത്തോടു കൂടിയാണ് അച്ചടി പ്രബലമാവുകയും ഇന്ന് കാണുന്ന മലയാള ലിപി രൂപപ്പെടുകയും ചെയ്തു. അന്നത്തെ വട്ടെഴുത്തും കോലെഴുത്തും മാപ്പിളമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറബി മലയാള ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. എന്താണ് വട്ടെഴുത്തിൽ ഇന്ന അറബി അക്ഷരം, എന്താണ് കോലെഴുത്തിൽ ഇന്ന അറബി അക്ഷരം എന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ കോളം വരച്ച ഓരോ അക്ഷരങ്ങൾ വിശദീകരിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിലുണ്ടായിരുന്നു. ഇംഗ്ലീഷൊക്കെ ആ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് മദ്രസകൾ തുടർന്ന് വരുന്ന പറഞ്ഞാൽ വലിയൊരു റെസിസ്റ്റൻസ് ആണോ ഈ ഭാഷയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സലഫിസ് എന്തുകൊണ്ടാണ് ഈ അറബി മലയാളത്തിനെ തന്നെ കുഫ്ർ ആരോപിക്കുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ഈ സംസ്കാരം നിലനിൽക്കുന്നിടത്തോളം ഓർക്ക് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആകെ കൂടി കഴിയുന്ന ഈ ഭാഷയെയും ഈ സംസ്കാരത്തെയും ഈ ജൈവികതയെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഈ ജൈവികതയെ നമ്മൾ എത്രത്തോളം പഴയ പോലെ കൊണ്ടുനടക്കുന്നില്ല. ഈ ജൈവികത ഇപ്പുറ സൈഡിൽ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ ഇതിനെ വളരെ പൊളിറ്റിക്കലായി എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു ആസ്പെക്റ്റിൽ. രണ്ടും ഒരുപോലെ തന്നെയാണ്. അതായത് വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കാം, ഈ അറബി മലയാളം എന്നുള്ള ഭാഷയെ നിലനിർത്തിയത് വിശ്വാസമാണോ അച്ചടിയാണോ എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമുക്കിതിനെ ചേർത്ത് വിശ്വാസമാണ് എന്നുള്ളതാണ് നമ്മുടെ മറുപടി എന്നുള്ളതാണ്. അച്ചടി എന്നുള്ളത് ശേഷം വരുന്ന കാര്യമാണ്. കാരണം ഈ നമ്മളെ കേരളത്തിലെ പ്രബല പ്രസ്സുകൾ പലതും ഈ പറയപ്പെടുന്ന സുന്നി വിഭാഗത്തിൻ്റെതോ മറ്റോ ആയിരുന്നില്ല. എന്നിട്ടും ഈ സാധനം നിലനിൽക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് അച്ചടി മറ്റു ഭാഗത്തും വിശ്വാസമുള്ള ഡിബേറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പം അല്ല, അത് 1920 ശേഷമാണ് ആ പ്രസ്സിൽ വഹാബി വൽക്കരണം വരുന്നത്. അതിനു മുമ്പ് പ്രിൻറ്റിംഗ് ഒക്കെ സുന്നികളുടേതായിട്ട് തന്നെയാണ്. അവരില്ല, അതല്ല, ആ ഒരു ആദ്യ മനോഭാവം പോലും, അഥവാ അതിനു മുമ്പേ നമ്മൾ കൊണ്ടുവന്നിട്ടെന്ന് മാത്രമല്ല, പ്രിൻറ്റിങ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ, അഥവാ ബോംബെയിലും പഞ്ചാബിലൊക്കെ ആയിരുന്നു അന്ന് പ്രിൻറ്റിങ് പ്രസ്സുകൾ അവൈലബിൾ ആയിരുന്നു. അങ്ങോട്ട് നമ്മുടെ രചനകൾ അയച്ച് പ്രിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുത്തിക്കുന്ന രൂപങ്ങളൊക്കെ നമുക്ക് അല്ലാതെ നമ്മൾ ഈ ചർച്ച തന്നെ വരുന്ന ഈ ഭാഷ നിലനിൽപ്പായിട്ട് ബന്ധപ്പെട്ട എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോഴാണ് ഇത് വിശ്വാസമാണോ പ്രിൻ്റാണോ എന്ന ഡിബേറ്റിലേക്ക് തീർന്നത്. ഞാൻ ആ അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അതുപോലെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ചരിത്രം കൂടി നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സലാഹുൽ ഇഖ്വാൻ പലപ്പോഴും നവോത്ഥാനാണ് ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടുവന്നത്, പത്രങ്ങൾ കൊണ്ടുവന്നത് തുടങ്ങിയ ധാരാളം വായനകളുണ്ട്. ഈ സലാഹുൽ ഇഖ്വാനൊക്കെ ഇപ്പോഴും സുന്നികളെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം അതേക്കുറിച്ച് പഠിക്കാൻ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും റിസർച്ചുകൾ നടക്കേണ്ടതുണ്ട്. സലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്നത് അക്കാലത്തെ പ്രഗത്ഭരായ, ഇന്ന് നാം നമ്മുടെ ഗുരുനാഥന്മാരുടെ പരമ്പരയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന മഹാന്മാരൊക്കെ എഴുതിയിരുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. അതിൽ ഒരു വളപ്പിൽ
അബ്ദുൽ അസീസ് മുസ്ലിയാർ എഴുതിയ ഒരു ഭൂകമ്പത്തെക്കുറിച്ചുള്ള കവിതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സലാഹുൽ ഇഖ്വാനിലാണത് പ്രസിദ്ധീകൃതമാകുന്നത്. നമ്മൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ഇത് പറഞ്ഞു, അതുപോലെ മറ്റു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് വസൂരി ചികിത്സാ കീർത്തനം എന്ന് പറഞ്ഞിട്ട് അറബി മലയാളത്തിൽ കാവ്യങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഭൂകമ്പത്തെക്കുറിച്ച് 1890 പൊന്നാനിയിൽ ഉണ്ടാകുന്ന ഒരു ഭൂകമ്പത്തെക്കുറിച്ചുള്ള കവിത സലാഹുൽ ഇഖ്വാനിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ധാരാളം രചനകൾ എല്ലാ മേഖലയിലും അക്കാലത്തെ പൊളിറ്റിക്കൽ വേൾഡ് ലെവലിൽ നടക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ കണ്ടീഷനുകളെയും മൂവ്മെൻറ്റുകളെയൊക്കെ കൃത്യമായി സലാഹുൽ ഇഖ്വാൻ പോലെയുള്ള റഫീഖുൽ ഇസ്ലാം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്.